പറഞ്ഞ റബ്ബിന്റെ അധികാരം ഓർത്ത് പൊട്ടി പൊട്ടി അങ്ങ് കരഞ്ഞു. ഓ ശിഷ്യന്മാരെ, മുരീദുമാരെ, നിങ്ങളും മരണത്തെ ധാരാളമായി ഓർക്കണേ. അതുകൊണ്ടേ ആത്മീയ വിജയം നേടൂ. അതുകൊണ്ടേ മനുഷ്യൻ സംസ്കരിക്കപ്പെടൂ. ഓ മക്കളെ, നിങ്ങൾക്ക് ഖൈറ് കിട്ടണോ? ശരീഅത്തിന്റെ നിയമം 100% പിന്തുടർന്ന് ജീവിച്ചോളണം. ഞാൻ വലിയ ശൈഖാണെന്നും പറഞ്ഞിട്ട് ശരീഅത്തിനെതിരെ നീങ്ങിയ ദജ്ജാലാകും, കദ്ദാബാകും. ഒരിക്കലും തന്നെ ശരീഅത്ത് വിട്ടുകൂടാ. ശറഇനെതിരെ നീ പ്രവർത്തിച്ചാൽ നാശം സംഭവിക്കും, തിന്മ കൊയ്യും, അതാ നരകം സമ്പാദിക്കും. ഇസ്ലാമിക ശരീഅത്തനുസരിച്ച് മാത്രം നിങ്ങളെ ജീവിതം നയിക്കണേ. മക്കളെ, ശൈഖില്ലാത്തവന്റെ ശൈഖ് ഇബ്ലീസാണ്. മല്ലം യകുൽ ലഹു ശൈഖുൻ ഫഇബ്ലീസു ശൈഖു. ഒരുത്തരൊരു ഉസ്താദില്ലെങ്കിൽ അവന്റെ ഉസ്താദ് ഇബ്ലീസാണ്. ശൈഖ് എന്ന് പറഞ്ഞാൽ ഗുരുനാഥൻ എന്നാണ് അർത്ഥം. ഒരുത്തൻ ഉസ്താദില്ലെങ്കിൽ അവന്റെ ഉസ്താദ് അത് ഇബ്ലീസാണ്. അതുകൊണ്ട് മക്കളെ, ഫത്തബിഉ ശുയൂഖൽ ഉലമാ ബിൽകിതാബി വസ്സുന്നതി അൽആമിലീന ബിഹിമാ. ഖുർആനും സുന്നത്തും നന്നായി അറിയുന്ന പണ്ഡിതന്മാരെ, ആ ഖുർആനും സുന്നത്തും അനുസരിച്ച് ജീവിക്കുന്ന പണ്ഡിതന്മാരെ നിങ്ങൾ ഗുരുനാഥന്മാരായി പിന്തുടരണേ. അവരെ ഫോളോ ചെയ്യണേ. നിങ്ങൾ പണ്ഡിതന്മാരെ വിട്ടുകൊണ്ട് പ്രവർത്തിക്കരുതേ. പണ്ഡിതന്മാരെ ഫോളോ ചെയ്യണേ. പണ്ഡിതന്മാരെ നിങ്ങൾ ശൈഖന്മാരായി, ഗുരുനാഥന്മാരായി അംഗീകരിക്കണേ. അതുപോലെ ജീവിക്കണേ. ഏത് മനുഷ്യനും വേണം ഒരു ഉസ്താദ്. അതേ കുട്ടിക്കാലത്ത് മഹാനായ മുഹീദ്ദീൻ ശൈഖ് തങ്ങളുടെ വാചകങ്ങളാണ് ഞാൻ പറയുന്നത്. കുട്ടിക്കാലത്ത് മഹാനവറുകൾ പറഞ്ഞു, മിൻ സിഗരി സിനിഹി, കുട്ടിക്കാലം മുതലേ ശൈഖ് വേണം. ശൈഖ് എന്ന് പറഞ്ഞ ഉസ്താദാണ്. ആദ്യത്തെ ഉസ്താദ് ആരാണ്? അൽ മുഖ്രിഉ യുഹ്ഫിദുൽ ഖുർആൻ. ഒന്നാമതായി അൽ മുഖ്രി, ഖുർആൻ ഓദിക്കുന്ന ആള്. പഴയ കാലത്ത് മുഖ്രിക്കാന്ന് പറഞ്ഞു, മുഖ്രിക്കാരനെ ഖുർആൻ പഠിപ്പിക്കുന്ന ആള്. അതേ അൽ മുഖ്രിഉൽ ഖുർആൻ, ഖുർആൻ പഠിപ്പിക്കുന്ന ഉസ്താദാണ്. ഒന്നാമത്തെ ശൈഖ് മദ്രസയിലെ ഉസ്താദാണ്. കുട്ടികളെ ശൈഖ് മദ്രസയിലെ ഉസ്താദാണ്. അവരാണല്ലോ ഖുർആൻ പഠിപ്പിക്കുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ അതാ അവിടെ നിന്ന് ഇങ്ങോട്ട് ഇൽമിങ്ങനെ പഠിച്ച് പഠിച്ച് നന്നായി ഉയർന്നു വരുമ്പോ ഉസ്താദും ഉയർന്ന ഉസ്താദുമാര് വേണം. അങ്ങനെ ഓരോരുത്തരുടെയും പാണ്ഡിത്യത്തിനനുസരിച്ച് അതിനേക്കാൾ പാണ്ഡിത്യമുള്ള വ്യക്തി ഗുരുനാഥന്മാരായി ഉണ്ടാകണം. ആ ഗുരുനാഥന്മാർ പണ്ഡിതനായാൽ മാത്രം പോരാ, ഖുർആൻ അനുസരിച്ച് ജീവിക്കുന്ന ആളായിരിക്കണം. ഖുർആനിൽ അല്ലാഹു തആല പഠിപ്പിച്ചിട്ടുള്ളത് എന്താണ്? ആരെയും ചീത്ത പറയരുത്, ആരെയും കുറ്റം പറയരുത്, ആരെയും ഗീബത്ത് പറയരുത്, ആരെയും ഇൻസൾട്ട് ആക്കരുത്, ആരെയും തെറി പറയരുത്. വൈലുൽ ലികുല്ലി ഹുമസത്തുൽ ലുമസത്തുൽ ലദീ ജമഅ മാലൻ വഅദ്ദദ യഹ്സബു അന്ന മാലഹു അഖ്ലദ കല്ലാ ലയൻബദന്ന ഫിൽ ഹുതമ വമാ അദ്റാക മൽ ഹുതമ നാറുല്ലാഹിൽ മൂഖദത്തുൽ ലതീ തത്വലു അലൽ അഫ്ഇദ ഇന്നഹാ അലൈഹിം മുഹ്സദ ഫീ അമദിൻ മുമദ്ദദ. നരകത്തിൽ പിടിച്ചു കെട്ടപ്പെടും. അതേ വലിയ തീപ്പ പോലുള്ള തൂണിനോട് പിടിച്ചു കെട്ടിയിട്ട് അവിടെ ആ നരകത്തിന്റെ വാതിൽ അടക്കപ്പെടും. അതിന്റെ ഉള്ളിലിട്ടുകൊണ്ട് അതാ കഠിനമായ ശിക്ഷ ശിക്ഷിക്കപ്പെടും. മറ്റുള്ളവരെ ഇൻസൾട്ടാക്കുന്നവനെയാണ്, കുറ്റം പറയുന്നവനെയാണ്, ഗീബത്ത് പറയുന്നവനെയാണ്, പരിഹസിക്കുന്നവനെയാണ്. നാശമാണവന്, നരകമാണവന്. അതുകൊണ്ട് തന്നെ കുറ്റം പറയാതെ, ചീത്ത പറയാതെ, തെറി പറയാതെ, സുബ്ഹാനല്ലാഹ്, ഒരിക്കലും തന്നെ കള്ളം പറയാതെ, അതേ ഭീഷണിപ്പെടുത്താതെ, ഏഷണി പറയാതെ, നാവ് കൊണ്ട് തെറ്റുകൾ ചെയ്യാതെ, കണ്ണുകൊണ്ട് തെറ്റുകൾ ചെയ്യാതെ, കാതുകൊണ്ട് തെറ്റായ കാര്യം കേൾക്കാതെ, കാലുകൊണ്ട് ഹറാമിലേക്ക് നടക്കാതെ, കൈകൊണ്ട് ഹറാമ് പിടിക്കാതെ, അതേ നിങ്ങളുടെ എല്ലാ
എല്ലാ അവയവങ്ങളും എല്ലാത്തിനെ കുറിച്ചും റബ്ബിന്റെ അടുക്കൽ ചോദ്യമാണ്. നിങ്ങൾ സംസാരിക്കുമ്പോഴോ സംസാരം വിക്കാടാക്കാൻ മലക്കുകളാണ്. അതുകൊണ്ട് സംസാരിക്കുന്നത് ഹലാലാകണം, അല്ലാഹു പൊരുത്തപ്പെട്ടതാകണം, നോക്കുന്നത് ഹലാലാകണം, കേൾക്കുന്നത് ഹലാലാകണം. ഓ ജനങ്ങളെ, കുലൂ മിനൽ ത്വയ്യിബാത്ത്, നല്ലത് മാത്രം തിന്നണം. കള്ള് കുടിക്കരുതേ, ഹറാമ് തിന്നരുതേ, അന്യന്റെ ഭക്ഷണം ഹലാലല്ലാത്ത നിലയ്ക്ക് കഴിക്കരുതേ, നിങ്ങൾ അന്യന്റേതൊന്നും പിടിച്ചെടുക്കരുതേ, നിങ്ങളെ മാതാപിതാക്കളെ ബഹുമാനിക്കണേ, അവർക്ക് നന്മ ചെയ്യണേ. നിങ്ങൾ നിങ്ങളെ മക്കളെ സംരക്ഷിക്കണേ, മക്കൾക്കും നന്മ ചെയ്യണേ, നിങ്ങളെ അയൽവാസിക്ക് ഗുണം ചെയ്യണേ. നിങ്ങൾ വർഗീയവാദികളാകരുതേ, നിങ്ങൾ തീവ്രവാദികളാകരുതേ, നിങ്ങൾ ഭീകരവാദികളാകരുതേ, നിങ്ങൾ അക്രമകാരികളാകരുതേ. നിങ്ങളെ ജീവിതത്തിന്റെ രഹസ്യവും പരസ്യവും അറിയുന്ന രാജാവിനെ ഓർമ്മിച്ചുകൊണ്ട് ജീവിക്കണേ. നിങ്ങളെല്ലാം ഒരു ദിവസം റബ്ബിന്റെ കോടതിയിൽ വരുന്നവരാണ്. ആ ബോധത്തോടെ ജീവിക്കണേ എന്ന് പഠിപ്പിച്ച പരിശുദ്ധ ഖുർആനിന്റെ ആശയം, ആ ആശയം അംഗീകരിച്ച് ജീവിക്കുന്ന പണ്ഡിതന്മാർ, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഫോളോ ചെയ്ത് ജീവിക്കുന്ന പണ്ഡിതന്മാർ, ആ പണ്ഡിതന്മാരെ ശേഖന്മാരായി, ഗുരുനാഥന്മാരായി നിങ്ങൾ പിന്തുടർന്ന് ജീവിക്കണം. അല്ലെങ്കിൽ നിങ്ങൾ ഇബ്ലീസിനെ പിന്തുടർന്നവരായി. ഇബ്ലീസ് നിങ്ങളെ ശേഖം, ഇബ്ലീസിന്റെ കൽപ്പനക്ക് നിങ്ങൾ ജീവിച്ചു, നിങ്ങളുടെ എല്ലാം പരാജയപ്പെട്ടു.